2026 വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു കോൺഗ്രസ് MP ശശി തരൂർ നടത്തിയത്. പ്രതിപക്ഷ നിരയിൽ നിന്നും ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുവാൻ ആദ്യം തയ്യാറായതും തരൂരായിരുന്നു. കാലിൽ പരിക്കുള്ളതിനാൽ ഇരുന്നാണ് തരൂർ തന്റെ വാദങ്ങൾ ഉന്നയിച്ചത്. തരൂരിന്റെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഈ സഭയിൽ സംസാരിക്കാനുള്ള അവസരം തന്നതിന് നന്ദി. ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറയാൻ അനുവദിച്ചതിനും നന്ദി. മന്ത്രിയെ സഭയിൽ കാണുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് നിന്ന് 2025 ധനബില്ലിനെ ഒരു ഗ്യാരേജ് മെക്കാനിക്കിനോട് ഉപമിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ബ്രേക്ക് ശരിയാക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് കരുതി ഹോണിന്റെ ശബ്ദം കൂട്ടിയിട്ടുണ്ട്. ഇത്തവണത്തെ ബജറ്റ് നോക്കുമ്പോൾ ഹോണിന്റെ ശബ്ദം കുറച്ചിട്ടുണ്ടെങ്കിലും വാഹനം മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നത് വിഷമത്തോടെ കാണുന്നു. ഈ ബജറ്റും ഒരു പാഴാക്കപ്പെട്ട അവസരമാണ്. അപകടത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാറിലെ എയർ ബാഗുകൾ പുനഃക്രമീകരിച്ച് യാത്രക്കാരോട് ചേസിസ് ദൃഢമാണ്, പിന്നീട് നിങ്ങൾക്ക് സുഖമായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നതിന് തുല്യമാണ്. ഈ ബജറ്റിനെ അതിന്റെ സമഗ്രതയെ പ്രശംസിക്കുന്നു. പക്ഷേ ദീർഘവീക്ഷണമോ നീതിയോ ഇല്ലാത്ത സമഗ്ര ശൂന്യമാണ് എന്നുകൂടി പറയട്ടെ. ഈ ബജറ്റ് തൊഴിലില്ലായ്മയെ അവഗണിക്കുന്നു, ജീവിത ചെലവ് വർധനയെ അവഗണിക്കുന്നു, അസമത്വത്തെ അവഗണിക്കുന്നു, സാധാരണക്കാരന്റെ യഥാർത്ഥ പോരാട്ടങ്ങളും ആഗ്രഹങ്ങളും പരിഹരിക്കുവാൻ യാതൊന്നും നൽകുന്നില്ല. സർക്കാർ ക്ഷേമത്തെക്കുറിച്ച് അനന്തമായി സംസാരിക്കുന്നു, പക്ഷേ ചെലവ് കണക്കുകൾ വളരെ വ്യത്യസ്തമായ കഥയാണ് പറയുന്നത്. ഉച്ചത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കു പിൻപിൽ ദീർഘകാല അവഗണനയും ഭരണപരമായ പരാജയവുമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 53 പ്രധാന ക്ഷേമ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി അനുവദിച്ച 5 ലക്ഷം കോടിയിൽ 9 മാസത്തിനുള്ളിൽ വെറും 41% മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. ജൽജീവൻ മിഷന് 67,000 കോടി അനുവദിച്ചപ്പോൾ 9 മാസത്തിനുള്ളിൽ വെറും 31 കോടി മാത്രം ചിലവഴിച്ചു. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യക്ക് PM ശ്രീ പദ്ധതിക്ക് 7,500 കോടി അനുവദിച്ചപ്പോൾ 473 കോടി മാത്രം ചിലവഴിച്ചു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് പട്ടികജാതികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള പദ്ധതിക്ക് 2,140 കോടി അനുവദിച്ചപ്പോൾ വെറും 40 കോടി മാത്രം ചിലവഴിച്ചു. ഇത് ഭരണമല്ല, ഇത് വെറും ഹെഡ്ലൈൻ മാനേജ്മെന്റ് ആണ്. വാഗ്ദാനങ്ങൾ ഉച്ചത്തിലുള്ള ഹോണിനെ പോലെ മുഴങ്ങുന്നു. ബജറ്റുകൾ ഗംഭീരമാണ്, പക്ഷേ യഥാർത്ഥ നടപ്പാക്കൽ ശൂന്യമാണ്. ഈ ബജറ്റ് ഒരു ദുർബലമായാണ് ഈ സഭയിൽ നിലം പതിച്ചത്. അത് അതിൽ എന്തുകൊണ്ടെന്നത് കൊണ്ടല്ല, മറിച്ച് എന്തൊക്കെ ഒഴിവാക്കിയത് കൊണ്ടാണ്. സാമ്പത്തിക സമഗ്രതയുടെ പേര് പറഞ്ഞ് മറച്ചു വെക്കുന്നത് ഒരു കൂടുതൽ അസ്വസ്ഥമായ യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മഹാരാജ്യം ചുരുങ്ങുകയാണ്. അത് ആസൂത്രിതമല്ല, നിർബന്ധിതമായാണ്. കഴിഞ്ഞ ദശകത്തിൽ GDPയുടെ അനുപാതത്തിൽ സർക്കാർ ചെലവ് വളരെയധികം കുറഞ്ഞു. പാൻഡമിക് കാലത്ത് താൽക്കാലികമായി ഉയർന്നുവെങ്കിലും വീണ്ടും 2016 നിലയിലേക്ക് തിരിച്ചെത്തി. കാരണം വരുമാന സമാഹരണം സ്തംഭിച്ചു നിൽക്കുന്നു. നികുതി വരുമാനം GDPയോട് ചേർന്ന് സ്ഥിരമായി. വിൽപ്പന നിക്ഷേപം പ്രതീക്ഷയ്ക്ക് താഴെ. പലിശേതര വരുമാനം റിസർവ് ബാങ്ക് ഡിവിഡന്റ് പോലുള്ള അസാധാരണ ഇനങ്ങളെ ആശ്രയിക്കുന്നു. കൂടുതൽ ആശങ്കാജനകമായ കാര്യം നികുതി ഭാരം കോർപ്പറേറ്റുകളിൽ നിന്ന് സാധാരണ വ്യക്തികളിലേക്ക് മാറുന്നു എന്നതാണ്. 2017 കോർപ്പറേറ്റ് നികുതി GDPയുടെ 3.2%, വ്യക്തിഗത ആദായ നികുതി 2.3%, 2027 ആയപ്പോൾ കോർപ്പറേറ്റ് 3.1%, വ്യക്തിഗത 3.7%. അതായത് വരുമാനം ആനുപാതികരഹിതമായി വ്യക്തിഗത 3.7%. അതായത് വരുമാനം ആനുപാതരഹിതമായി വ്യക്തിഗത നികുതിദായകരിൽ നിന്നാണ് വരുന്നത്. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക ഏകീകരണം പ്രധാനമായും ചെലവ് മുറുക്കിയാണ് നടപ്പാക്കിയത്. ആവശ്യകതയെ ഗുണമാക്കി അവതരിപ്പിക്കുകയാണ്. ഈ പരിമിതികൾക്കുള്ളിൽ നികുതി ലഘൂകരണവും ലക്ഷ്യബോധ്യമുള്ള പ്രോത്സാഹനങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ തൊഴിലിനെയും ഉൽപാദനക്ഷമതയെയും ബന്ധിപ്പിക്കുന്ന ഇടത്തര കാലയളവിലെ വ്യക്തമായ പ്ലാൻ ഈ ബജറ്റിലില്ല. മൂലധന ചെലവിനെ ഊന്നുന്നുണ്ട്, പക്ഷേ ദുർബലമായ ഡിമാൻഡ്, സ്തംഭിച്ച വേതനം, ഉയർന്ന യുവജന തൊഴിലില്ലായ്മ, ചുരുങ്ങിയ ക്ഷേമ ചെലവ്, സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അപര്യാപ്തമായ അലോക്കേഷൻ എന്നിവയെല്ലാം തുടരുന്നുണ്ട്. ഇന്ത്യ സാമ്പത്തികമായി അച്ചടക്കമുള്ളതായി കാണപ്പെടുന്നു, പക്ഷേ വികസനപരമായി ബന്ധനസ്ഥമായി തുടരുന്നു. യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ നൽകുവാൻ വരുമാന ശേഷിയോ തന്ത്രപരമായ വ്യക്തതയോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബജറ്റിനെ നിരാശാജനകമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നിർദ്ദിഷ്ട മേഖലകളിലേക്ക് വരാം. MS സ്വാമിനാഥൻ പറഞ്ഞിട്ടുണ്ട്, കൃഷി തെറ്റിപ്പോയാൽ മറ്റൊന്നിനും ശരിയാക്കാൻ അവസരമുണ്ടാകില്ല.
ഇതാണ് ഏറ്റവും നല്ല തുടക്കമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷിയെ സ്വയം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമായി കാണുന്നത് ഇനി നിർത്തേണ്ട സമയമായി. ഇന്ത്യയുടെ തൊഴിലാളികളിൽ 46.1%, ജനസംഖ്യയുടെ 60% കൃഷിയെയും അനുബന്ധ മേഖലകളെയും ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. GDP-യിൽ 16 മുതൽ 17% സംഭാവന നൽകുന്ന ഈ മേഖലയ്ക്ക് യൂണിയൻ ബജറ്റിന്റെ വെറും 3% മാത്രമേ ലഭിക്കുന്നുള്ളൂ. 1.62 ലക്ഷം കോടി. കഴിഞ്ഞ വർഷത്തെ 1.71 ലക്ഷം കോടിയിൽ നിന്ന് 5.1% കുറവ്. ഈ കുറവ് കൂടുതൽ ഗുരുതരമാക്കുന്നത് ഇന്ത്യൻ കർഷകർ ഇന്ന് നേരിടുന്ന അസ്തിത്വ ഭീഷണികൾ കണക്കിലെടുക്കുമ്പോഴാണ്. കാലാവസ്ഥാ വ്യതിയാനവും തെറ്റായ കൃഷിരീതികളും ഈ മേഖലയെ ഭീഷണിയിലാഴ്ത്തുന്നു. രാജ്യത്തിന്റെ 1/3 ഭാഗം വരൾച്ചയ്ക്ക് വിധേയമാണ്. കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പ്രത്യാഘാതം ഗുരുതരവുമാണ്. പക്ഷേ കർഷകരെ സംരക്ഷിക്കുവാനുള്ള ഫസൽ ബീമാ യോജനയും പരാജയപ്പെട്ടിരിക്കുന്നു. തെറ്റായ മൂല്യനിർണയവും സുതാര്യമല്ലാത്ത നഷ്ടപരിഹാരവും കാരണം കർഷകർക്ക് ലഭിക്കുന്നത് 1 രൂപ, 3 രൂപ, 21 രൂപ തുടങ്ങിയ നിസ്സാര തുകകളാണ്. മന്ത്രി തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട്. ഇത് സംരക്ഷണമല്ല, അനീതിയാണ്. കൂടാതെ പദ്ധതിയുടെ ബജറ്റ് അലോക്കേഷൻ 8 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തി. പുതിയ പദ്ധതികളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പ്രഖ്യാപനം മാത്രമായി അവസാനിക്കുമോ എന്ന ഭയവുമുണ്ട്. കോട്ടൺ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഹൈബ്രിഡ് വിത്തുകൾ തുടങ്ങിയ മിഷനുകൾ പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ഫണ്ട് പൂജ്യമായി. ഇത്തരം പ്രഖ്യാപനങ്ങൾ ആധുനിക കാലത്തെ പ്രണയ നാടകങ്ങൾ പോലെയാണ്. വാഗ്ദാനങ്ങളുണ്ട്, പക്ഷേ പ്രതിബദ്ധതയില്ല. കൃഷി ദുരിതം ആഴമേറുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ നഷ്ടപരിഹാരം പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ബജറ്റ് പൂർണ്ണമായ മൗനം പാലിക്കുന്നു. അത് മറ്റെവിടെയെങ്കിലും നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ ഉച്ചത്തിലാണ് മുഴങ്ങുന്നത്. ഗവേഷണ വികസന രംഗത്തും AI അധിഷ്ഠിത കൃഷി സാങ്കേതിക വിദ്യകളിലും വലിയ മുന്നേറ്റങ്ങൾക്ക് അനിവാര്യമായ ആവശ്യമുണ്ട്. പക്ഷേ കൃഷി ഗവേഷണ വിദ്യാഭ്യാസത്തിനുള്ള അലോക്കേഷൻ കഴിഞ്ഞ വർഷത്തെ 10,466 കോടിയിൽ നിന്ന് 9,967 കോടിയിലായി. 4.8% കുറഞ്ഞു. പുതിയ AI പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന അതേ സമയത്താണ് ഇതെന്ന് ഓർക്കണം. ഭൂരിഭാഗം കർഷകർക്ക് വളം, കൊയ്ത്ത് യന്ത്രങ്ങൾ, ട്രാക്ടറുകൾ പോലും താങ്ങാൻ കഴിയാതായപ്പോൾ പുതിയ AI ആപ്ലിക്കേഷൻ പ്രഖ്യാപിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. ഈ ബജറ്റ് കാഷ്യൂ മുതൽ തേങ്ങ വരെ വിളകളെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ കൃഷിയുടെ ഏറ്റവും പഴക്കമുള്ള പ്രശ്നങ്ങളിൽ ഒന്നായിട്ടുള്ള കുരുമുളകിനെ പൂർണ്ണമായും അവഗണിക്കുന്നു. ഒരു കാലത്ത് കറുത്ത സ്വർണം എന്നറിയപ്പെട്ടിരുന്ന ഈ വിള ഇന്ന് എന്റെ സംസ്ഥാനമായ കേരളത്തിൽ ഗുരുതര ദുരന്തത്തിലാണ്. ഉൽപാദനം 40,000 ടണ്ണിൽ നിന്ന് 30,000 ടണ്ണിലേക്ക് കുറഞ്ഞു. ഭാവിയിൽ 28.7% കൂടി ഇടിയുമെന്നാണ് പ്രതീക്ഷ. അസ്വസ്ഥമായ സത്യം ഇതാണ്: നമ്മുടെ സ്പൈസസ് വിപണി ഇന്ന് അഗാധമായ പ്രതിസന്ധിയിലാണ്. ചരിത്രം ആവർത്തിച്ചാൽ ബ്രിട്ടീഷുകാർ നമ്മെ കുരുമുളകിന് വേണ്ടി പോലും കൊള്ളയടിക്കാൻ വരില്ല. ഇനി തൊഴിലില്ലായ്മയിലേക്ക് വരാം. ഈ സഭയിൽ ഈ ചർച്ച നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നു. ഒരേ കണക്കുകൾ ആവർത്തിക്കുന്നു, ഒരേ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നു, പിന്നെ മുന്നോട്ടു പോകുന്നു. പക്ഷേ തൊഴിലില്ലായ്മ മൗനമായി രൂക്ഷമാകുന്നു. 2025 അവസാനത്തിലെ കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: ഗ്രാമീണ തൊഴിലില്ലായ്മ 3.9% തന്നെ നിലനിൽക്കുന്നു. നഗര തൊഴിലില്ലായ്മ ഡിസംബറിൽ 6.7% എത്തി. പ്രതിസന്ധി ഇപ്പോൾ നഗരങ്ങളിൽ ആഗ്രഹങ്ങളും നിരാശകളും കൂട്ടിമുട്ടുന്നിടത്താണ് കേന്ദ്രീകരിക്കുന്നത്. എന്നിട്ടും കേന്ദ്രത്തിന്റെ പ്രധാന പദ്ധതികൾ ഈ നിമിഷത്തിൽ ഉയരുന്നില്ല. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ സർട്ടിഫൈ ചെയ്തവരിൽ 41% മാത്രമേ ജോലി ലഭിച്ചിട്ടുള്ളൂ. ജോലികളുടെ പകുതിയിലധികവും 5 മേഖലകളിൽ മാത്രം. 278 കോടി ഉപയോഗിക്കാതെ കിടക്കുന്നു. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് 10,831 കോടി അനുവദിച്ചപ്പോൾ ആദ്യ 9 മാസത്തിൽ 526 കോടി മാത്രം ചിലവഴിച്ചു. ഈ രീതി ആവർത്തിക്കുന്നതാണ്. തൊഴിൽ സൃഷ്ടിക്കാൻ അനുവദിച്ച പണം തന്നെ ചിലവഴിക്കാൻ കഴിയാതായപ്പോൾ തൊഴിൽ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് എന്തു പറയാനാണ്? ഗിഗ് തൊഴിലാളികളെ കുറിച്ച്, നമ്മുടെ പുതിയ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ബജറ്റിൽ ഒരു പരാമർശവുമില്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, സമയബന്ധിതമായ അവകാശങ്ങൾ, അപ്പീൽ സംവിധാനങ്ങൾ, ജോലി സമയം, വരുമാനം, കുറവുകൾ എന്നിവയുടെ നിർബന്ധിത വെളിപ്പെടുത്തൽ എന്നിവയൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അസ്വസ്ഥത വർദ്ധിക്കുന്നു. ഈ മൗനം അവരുടെ സാമൂഹിക സുരക്ഷയെ കൂടുതൽ ദുർബലമാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ചുള്ള ഏതൊരു ചർച്ചയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പരാമർശിക്കാതെ അപൂർണമാണ്. അതിപ്പോൾ VBG ഗ്യാരണ്ടി നിയമമായി മാറ്റപ്പെട്ടിരിക്കുന്നു. അത് ഗ്യാരണ്ടീസ് തൊഴിൽ ദിനങ്ങളെ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിച്ചു. വാരാന്ത്യ ശമ്പള വിതരണം അവതരിപ്പിച്ചു. പക്ഷെ അതേസമയം നിയമപരമായിട്ടുള്ള തൊഴിലുറപ്പിനെ ശൂന്യമാക്കി. MGNREGA ആവശ്യാധിഷ്ഠിതമായിരുന്നു.
അൺസിൽക്കഡ് തൊഴിലാളികളുടെ ശമ്പളം പൂർണ്ണമായും കേന്ദ്രം നൽകിയിരുന്നു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ വേരോട്ടമുണ്ടായിരുന്നു. പുതിയ നിയമം കേന്ദ്ര ധനസഹായത്തെ സംസ്ഥാനങ്ങളുടെ നിർബന്ധിത അലോക്കേഷനിലൂടെ പരിമിതപ്പെടുത്തുന്നു. ശമ്പള ചെലവിന്റെ 40% മിക്ക സംസ്ഥാനങ്ങൾക്കും കൈമാറുന്നു. കൃഷിക്കാലത്ത് 60 ദിവസം വരെ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുവാൻ അനുവദിക്കുന്നു. തൊഴിലുറപ്പിന്റെ യഥാർത്ഥ സമയപരിധി ചുരുക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ അലോക്കേഷൻ തീർന്നാൽ തൊഴിലാളികളുടെ നിയമപരമായിട്ടുള്ള തൊഴിലവകാശം അവസാനിക്കുന്നുണ്ട്. ഇത് തുറന്ന് അവകാശാധിഷ്ഠിത പദ്ധതിയെ ബജറ്റ് പരിമിതപ്പെടുത്തിയ കേന്ദ്രീകൃത നിയന്ത്രിത പദ്ധതിയാക്കി മാറ്റുന്നു. ധനപരമായിട്ടുള്ള പരിമിതികൾ നിയമപരമായ അവകാശങ്ങളെ അസാധുവാക്കുന്നു. VBG പദ്ധതിക്ക് ഈ ബജറ്റിൽ 95,000 കോടി അനുവദിച്ചു. പക്ഷേ ഒരു പ്രധാന പോരായ്മയുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. മാഡം മിനിസ്റ്റർ അത് തുല്യതയ്ക്കായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറിയാതെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വം സൃഷ്ടിക്കുന്നു. MGNREGA പഞ്ചായത്തുകളിലെ പ്രാദേശിക ആവശ്യങ്ങളും സമൂഹ ശക്തികളും അടിസ്ഥാനമാക്കി തൊഴിൽ ആസൂത്രണം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. പക്ഷെ പുതിയ നിയമം GIS ഉപകരണങ്ങളുള്ള ഡാഷ്ബോർഡുകൾ, പ്രധാനമന്ത്രി ഗതിശക്തി പാളികൾ, കേന്ദ്ര ബജറ്റിൽ ഘടനകൾ എന്നിവ നിർബന്ധമാക്കുന്നു. പ്രാദേശിക മുൻഗണനകൾ VBG അടിസ്ഥാന സൗകര്യ ഘടനയിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ബയോമെട്രിക് സംവിധാനം, ജിയോ ടാക്കിംഗ്, ഡാഷ്ബോർഡുകൾ, AI പരിശോധന എന്നിവ നിയമപരമായ ആവശ്യകതകളാക്കി. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഗ്രാമീണ തൊഴിലാളികൾക്ക് ഒരു സാങ്കേതിക പരാജയം അപ്പീലില്ലാത്ത വിലയ്ക്കും അൺസിൽ തൊഴിലിലും ഇല്ലാതാകും. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ കണ്ടെത്തുവാൻ പാടുപെടുമ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞത് അവസരങ്ങൾ തേടി രാജ്യമെങ്ങും സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയും ഒരു നിരന്തരമായ അവഗണനയാണ് കാണുന്നത്. അത് ലജ്ജാകരമാണ്. കേരളത്തിലെ ഈ അവഗണനയുടെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് റെയിൽവേ. നിലവിലുള്ള പാതകളിലെ നിരക്ക് കുറയ്ക്കുവാൻ പുതിയ പാതകൾക്കുള്ള ആവർത്തിച്ച ആവശ്യങ്ങൾക്കിടയിലും ധനമന്ത്രിയുടെ 7 അതിവേഗ റെയിൽ കോറിഡോറുകളുടെ പദ്ധതിയിൽ കേരളത്തിന് പരാമർശമില്ല. തന്ത്രപരമായിട്ടുള്ള ബന്ധിപ്പിക്കൽ രാഷ്ട്രീയ അസൗകര്യത്തോടെ അവസാനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ അവഗണനയുടെ പ്രത്യാഘാതങ്ങൾ യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും ദിവസവും അനുഭവിക്കുന്നു. തിരക്ക് യാത്രാശേഷി അപകടകരമായ നിലയിൽ എത്തിച്ചിരിക്കുന്നു. ശുചിത്വം മോശമായി, അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തം. ആയിരക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷയെ വിശ്വസിച്ച ലോക്കോമോട്ടീവ് ഡ്രൈവർമാർക്ക് പോലും ശുചിമുറികളിലേക്കുള്ള ഉറപ്പായ പ്രവേശനമില്ല. യാത്രക്കാർക്കും അനുഭവം മെച്ചമല്ല. തിരക്കുള്ള കോച്ചുകൾ, അശുദ്ധമായ അവസ്ഥകൾ. ഈ പോരായ്മകൾ ഘടനാപരമാണ്, താൽക്കാലികമല്ല. റെയിൽവേയുടെ അംഗീകൃത ജീവനക്കാരുടെ എണ്ണം 2 ലക്ഷത്തിലധികമാണ്. പക്ഷേ 1.59 ലക്ഷം മാത്രമേ ഇപ്പോൾ സേവനത്തിലുള്ളൂ. ഈ കുറവ് സുരക്ഷയെ ബാധിക്കുന്നു. പ്രവർത്തനങ്ങൾ വൈകിക്കുന്നു. മുൻനിര തൊഴിലാളികളെ അനുചിതമായ പരിധികളിലേക്ക് നീട്ടുന്നു. റെയിൽവേ പ്രഖ്യാപനങ്ങൾ മാത്രം കൊണ്ട് ഓടില്ല. ശേഷി, ജീവനക്കാർ, അടിസ്ഥാന മാനുഷിക സൗകര്യങ്ങൾ എന്നിവയിലെ തുടർച്ചയായ കുറവ് രാജ്യത്തിന്റെ ജീവനാഡിയെ ഭരണപരമായ ക്ഷീണത്തിന്റെ പ്രതീകമാക്കി മാറ്റുന്നു. റെയിൽവേ മാത്രമല്ല, ദേശീയപാതകളും തുറമുഖങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം, ഇന്ത്യയുടെ ലോക വ്യാപാര കവാടം, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ശേഷിയുള്ള ഏക തുറമുഖം, അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുവാൻ തടസ്സമായ റോഡ് റെയിൽ ബന്ധിപ്പിക്കലിന് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാതെ പ്രാദേശികമായി മാത്രം കാണുന്നു. അതുപോലെ തന്നെ 20 പുതിയ ദേശീയ ജലപാതകൾ പ്രവർത്തനക്ഷമമാക്കുമ്പോൾ കേരളത്തിന് എത്രയെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. പട്നയിലും വാരണാസിയിലും കപ്പൽ അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ 44 നദികളും സമ്പന്നമായ ആഭ്യന്തര ജലപാതകളുള്ള കേരളത്തിൽ ഇതില്ല. കടൽ തീര സമൂഹങ്ങൾ സമുദ്രാക്രമണത്തിന്റെ മാരക ഭീഷണി നേരിടുന്നു. അത് നമ്മുടെ ഭൂമിയെ സമുദ്രത്തിലേക്ക് വലിച്ചെടുക്കുന്നു. പക്ഷേ കടൽ ഭിത്തികളും തടയണകളും നിർമ്മിക്കുവാൻ പണമില്ല. കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ സഭയിൽ ഇത് ആവർത്തിച്ച് ഉന്നയിക്കുന്നു. കേന്ദ്രം പറയുന്നത് ഇത് സംസ്ഥാനത്തിന്റെ കാര്യം, സംസ്ഥാനം പറയുന്നു പണമില്ല. അതുകൊണ്ട് നമ്മുടെ ഭൂമി, കടൽ തീരം, കൊടുങ്കാറ്റുള്ള സമുദ്രത്തിന് നഷ്ടപ്പെടുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഉപജീവനവും സംബന്ധിച്ച് ബജറ്റ് നിർമ്മാതാക്കൾക്ക് ആശങ്കയില്ല. സമുദ്രത്തിലൂടെയുള്ള ഗതാഗതം നിരാശപ്പെടുത്തുമ്പോൾ ആകാശമാർഗം ആശ്രയിക്കാമോ? ഉഡാൻ പദ്ധതി സാധാരണക്കാരന് ആകാശം തൊടാൻ ആഗ്രഹങ്ങൾ ഉയർത്തുവാൻ വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഇന്ന് പല വാഗ്ദാനങ്ങളും നിലത്ത് കിടക്കുന്നു. ഒരു ദശകം കഴിഞ്ഞപ്പോഴും ഉഡാൻ പദ്ധതിയിൽ ആരംഭിച്ച 11 വിമാനത്താവളങ്ങളിലെങ്കിലും വിമാനങ്ങൾ കുറയുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. റൺവേകളിൽ വിമാനങ്ങളില്ല, ടെർമിനലുകളിൽ യാത്രക്കാരില്ല.
ആകാശം ശൂന്യം. കഴിഞ്ഞ വർഷം 120 പുതിയ സ്ഥലങ്ങളും 4 കോടി യാത്രക്കാരും എന്ന് വാഗ്ദാനം പറഞ്ഞു. പക്ഷേ ഈ ബജറ്റിൽ ഉഡാൻ പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല. 2024-25 സാമ്പത്തിക വർഷം 81 വിമാനത്താവളങ്ങൾ നഷ്ടത്തിലാണ്. 2 കമ്പനികളുടെ ആധിപത്യം സേവന നിലവാരം താഴ്ത്തി. വിമാന നയങ്ങൾ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഉയരാത്തപ്പോൾ സർക്കാർ ആകാശം എല്ലാവർക്കും തുറക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഭൗതികമായ ഒരുമിപ്പിക്കൽ അസാധ്യമാക്കാത്തപ്പോൾ വിദ്യാഭ്യാസം സാമൂഹിക സാമ്പത്തികമായി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെയും വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായ നടപടികളാണ് കാണുന്നത്. ഇന്ത്യ ലോക നിലവാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആഭ്യന്തര അവഗണന നടത്തുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് വാഗ്ദാനം ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചിലവ് 4% ഒതുങ്ങി. കേന്ദ്ര സർക്കാർ 0.44% മാത്രം സംഭാവന ചെയ്യുന്നു. സംസ്ഥാനങ്ങൾക്ക് അസഹനീയമായ ഭാരം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യാഘാതങ്ങൾ ദൃശ്യവും ദോഷകരവുമാണ്. 1.5 ലക്ഷം സ്കൂളുകളിലേക്ക് വൈദ്യുതിയില്ല. ആയിരക്കണക്കിന് സ്കൂളുകളിൽ ശുചിമുറികൾ, റാമ്പുകൾ, വികലാംഗ കുട്ടികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പഠനത്തിന്റെ അടിത്തറ തകരുമ്പോഴും ലോക നിലവാരത്തിലുള്ള സർവകലാശാലകൾ പരസ്യപ്പെടുത്തുന്നു. ഈ അവഗണന ഏറ്റവും ദുർബലരെ ഏറ്റവും കഠിനമായാണ് ബാധിക്കുന്നത്. പട്ടികജാതികളിൽ പ്രൈമറി തലത്തിലെ 99% രജിസ്ട്രേഷനിൽ നിന്ന് സെക്കൻഡറി തലത്തിൽ 70% കുറയുന്നു. പട്ടികവർഗങ്ങളിൽ 99 നിന്ന് 67%. ഈ കണക്കുകൾ ദാരിദ്ര്യം വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്താക്കി കൗമാര ബാല്യ തൊഴിലിലേക്ക് തള്ളുന്ന സംവിധാനത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. നിർമ്മിത ബുദ്ധി നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുമെന്ന് പറയുന്നു. പക്ഷേ സർക്കാർ സ്കൂളുകളിൽ 52% മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ള കമ്പ്യൂട്ടറുകളുള്ളൂ. അതിൽ 58% മാത്രം ഇന്റർനെറ്റ്. ഈ സ്കൂളുകളിൽ നിർമ്മിത എവിടെ നിന്ന് വരും? ആക്സസ് ഇല്ലാത്ത സാങ്കേതിക വിദ്യ പരിവർത്തനമല്ല, അത് ആസൂത്രിതമായ വിലക്കാണ്. ഗംഭീര വാഗ്ദാനങ്ങൾക്കൊപ്പമുള്ള തുടർച്ചയായ ധനസഹായക്കുറവ് നമ്മുടെ കുട്ടികളെ ഉയർത്തില്ല. അത് ഇന്ത്യയുടെ ഭാവിയെ കുറഞ്ഞ വിലയ്ക്ക് പണയം വെക്കും. വികസനത്തിന്റെ ഒരു തൂണാണ് വിദ്യാഭ്യാസമെങ്കിൽ മറ്റൊന്ന് ആരോഗ്യമാണ്. ബജറ്റുകൾ സംഖ്യകളിൽ സംസാരിക്കാം, പക്ഷേ രാഷ്ട്രങ്ങൾ ജനങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് ഗൗരവമുള്ള ഏതൊരു ബജറ്റും മാനുഷിക മൂലധനത്തിൽ നിക്ഷേപിക്കണം. ആരോഗ്യ സംരക്ഷണം ദാനമല്ല, ദീർഘവീക്ഷണമാണ്. പക്ഷേ പൊതുജന ആരോഗ്യ ചെലവ് GDP-യുടെ 2% താഴെയാണ്. സർക്കാർ തന്നെ വാഗ്ദാനിച്ച 2.5% പോലും കാണുന്നില്ല. ആരോഗ്യ മന്ത്രാലയത്തിന് 1 ലക്ഷം കോടിയിലധികം അനുവദിച്ചത് ഗംഭീരമായി തോന്നാമെങ്കിലും അഭിലാഷങ്ങളെ അനുപാതത്തിലല്ല, സംഖ്യകളിലല്ല അളക്കേണ്ടത്. പ്രത്യാഘാതങ്ങൾ സർക്കാർ ആശുപത്രികൾക്കപ്പുറം ദൃശ്യമാണ്. 2019 മുതൽ 600-ലധികം സ്വകാര്യ ആശുപത്രികൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്ന് പിന്മാറി. നടപ്പാക്കലില്ലാത്ത പരിരക്ഷണത്തിന്റെ ദുർബലത കാണിക്കുന്നു. വൈകുന്ന ഇൻഷുറൻസ് ദുരിതം വൈകിപ്പിക്കൽ മാത്രമാണ്. അതേസമയം ആരോഗ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ശുദ്ധവായു, സുരക്ഷിത ജലം, പോഷകാഹാരം, മാനസികാരോഗ്യം ക്ഷയിക്കുന്നു. രോഗങ്ങൾ വർദ്ധിക്കുമ്പോഴും മാനസികാരോഗ്യ സൂചകങ്ങൾ മോശമാകുമ്പോഴും സാമ്പത്തിക മഹത്വം തേടുന്ന രാഷ്ട്രത്തിന് ജനങ്ങളുടെ ആരോഗ്യത്തിൽ ലാഭിക്കാൻ കഴിയുന്നില്ല. മിനിസ്റ്റർ 7 അപൂർവ രോഗമരുന്നുകളെ ഇറക്കുമതി നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ അപൂർവ രോഗങ്ങൾക്കുള്ള അവഗണന കേന്ദ്രങ്ങൾ കുറവാണ്. സന്തുലിതമില്ലാത്ത വിതരണം ചെയ്തത് അനുവദിച്ച ധനസഹായം പോലും ഉപയോഗിക്കുവാൻ കഴിയാത്തത് കാരണം ആയിരക്കണക്കിന് രോഗികൾ ചികിത്സയില്ലാതെ മരിക്കുന്നു. ഈ അവഗണനയുടെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം കേരളത്തിലെ ഏറെ കാലമായുള്ള ആവശ്യമായ എയിംസ് ആണ്. NDA സർക്കാരിന്റെ ആദ്യ വർഷം പ്രഖ്യാപിച്ച വാഗ്ദാനം ഇപ്പോഴും യാഥാർത്ഥ്യമായില്ല. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുജന ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നുള്ള കേരളം കാത്തിരിക്കുന്നു. വ്യക്തതയോ സമയപരിധിയോ അടിയന്തരതയോ നൽകുന്നില്ല. ഇന്ത്യയിൽ 22 എയിംസുകൾ അനുവദിച്ചു. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ മൗനം ബധിരമാക്കുന്നു. അത് മാപ്പിലെ ഒരു ബിന്ദു പോലുമല്ല. ഇത് സ്ഥാപന നിർമ്മാണമല്ല, സ്ഥാപനപരമായ അവഗണനയാണ്. കേരളത്തിന് ആവശ്യമോ ശേഷിയോ വിശ്വസ്തതയോ കുറവില്ല. കുറവുള്ളത് ഈ സർക്കാരിന്റെ മുൻഗണനകളിലെ സ്ഥാനമാണ്. കേരളം ഈ സർക്കാരിന് അദൃശ്യമാണ്, അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ വായു മലിനീകരണത്തെ കുറിച്ചുള്ള മൗനം, പൊതുപ്രക്ഷോഭവും ശ്വാസം മുട്ടുന്ന വാർത്തകളും കഴിഞ്ഞപ്പോഴും ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായുവിനൊഴികെ. ദേശീയ ശുദ്ധവായു പദ്ധതി ഇപ്പോഴും 2009-ലെ മാനദണ്ഡങ്ങളിലാണ് ഓടുന്നത്. WHO-യുടെ PM 2.5 മാനദണ്ഡങ്ങളെക്കാൾ ദുർബലം. മലിനീകരണ നിയന്ത്രണ ധനസഹായം 1091 കോടിയായി കുറഞ്ഞു. പണം ലാഭിക്കുന്ന ബജറ്റ് ജനങ്ങൾ ശ്വസിക്കുന്ന വായുവിനെ അവഗണിക്കുന്നത് വികസനത്തെ മോശമായ കണക്ക് കൂട്ടലാക്കുന്നു. നല്ല പുരോഗതിയല്ല. സർ,
3 പുതിയ ദേശീയ ഔഷധ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ പ്രഖ്യാപനം സന്തുലനവും ഉദ്ദേശ്യവും സംബന്ധിച്ച ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുന്നു. വീണ്ടും എന്റെ സംസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുജന ആരോഗ്യ സംവിധാനങ്ങളിലൊന്നും ആരോഗ്യ സേവനത്തിന്റെ തെളിയിക്കപ്പെട്ട ചരിത്രവും ഉണ്ടായിട്ടും വീണ്ടും അവഗണിക്കപ്പെട്ടു. NIPERകൾ വടക്കും കിഴക്കും കേന്ദ്രീകരിച്ചു. ഹൈദരാബാദിലെ ഒരു സ്ഥാപനം മുഴുവൻ ദക്ഷിണേന്ത്യയെ സേവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അസന്തുലനം പുതിയതല്ല. 2 വർഷം മുൻപ് ഞാൻ രാസവസ്തു വളം സ്ഥിരം സമിതിയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ ഇത് ഉന്നയിച്ചതായിരുന്നു. ഇന്ത്യയിലെ 85,000 ചെറുകിട ഔഷധ യൂണിറ്റുകളിൽ 60% നല്ല നിർമ്മാണ രീതികൾ സ്വീകരിക്കാൻ പോലും സഹായമില്ലാത്ത സമയത്ത് ഈ ബാലൻസ് ഇല്ലാത്ത വിതരണം നമ്മുടെ നിർമ്മാണ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ചുരുക്കുന്നു. അത് കീ ആക്റ്റീവ് ഔഷധ ഘടകങ്ങളിൽ ചൈനയോടുള്ള നമ്മുടെ ആശ്രയം കുറയ്ക്കുന്നില്ല. ഇന്ത്യയുടെ ഗവേഷണ വികസന നിക്ഷേപം GDPയുടെ 0.64% മാത്രമാണ്. വലിയ കമ്പനികൾ പോലും വരുമാനത്തിന്റെ 1% താഴെ മാത്രം ഗവേഷണത്തിന് ചിലവഴിക്കുന്നു. ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. പരിമിതമായ നവീകരണം, താഴ്ന്ന വിലയിലുള്ള ബയോസിമിലറുകളിലുള്ള ആശ്രയം, ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും എത്തിപ്പെടാത്ത ജീവരക്ഷാ മരുന്നുകൾ, പൊതുജന ആരോഗ്യ ചെലവ് 2.5% ലക്ഷ്യത്തിന് വളരെ താഴെയാണ്. പ്രാദേശിക അസന്തുലനം പരിഹരിക്കാതെ, സ്ഥാപനങ്ങളെ ഗൗരവമുള്ള ഗവേഷണ സഹായത്തോടെ ബലപ്പെടുത്താതെ ഈ NIPER പദ്ധതി ദീർഘവീക്ഷണമുള്ളതായി തോന്നുമെങ്കിലും വിലക്കിന്റെ ഫലം മാത്രമാകും നൽകുക. അടിസ്ഥാന സൗകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലെ ഈ പോരായ്മകൾ സാമ്പത്തിക ഭാരം തുല്യമായി വിതരണം ചെയ്തിരുന്നുവെങ്കിൽ സഹായിക്കാവുന്നതായിരുന്നു. പക്ഷേ UNDP അസമത്വം ക്രമീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് സൂചികയിൽ ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളിൽ ഏറ്റവും താഴെ 130-ാം സ്ഥാനത്താണ്. ഈ സമ്പദ് വ്യവസ്ഥയുടെ മൗനമായ ആഘാതം അനുഭവിക്കുന്നത് മധ്യവർഗമാണ്. അവർ ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് കീഴടങ്ങുന്നു. ഇന്ന് കാണുന്ന സ്റ്റാറ്റസ് പ്രതീകങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, ജീവിതശൈലി സാധനങ്ങൾ തവണ വായ്പകളാൽ മാത്രം നിലനിൽക്കുന്നു. മധ്യവർഗത്തിന് ആരോഗ്യ ഇൻഷുറൻസിനും സമ്പാദ്യത്തിനും മെഡിക്കൽ അടിയന്തര ആവശ്യങ്ങൾക്കും പണം കുറവാണ്. ക്രെഡിറ്റ് കാർഡുകൾ ഒരു കാലത്ത് ആഡംബരമോ സൗകര്യമോ ആയിരുന്നു, ഇപ്പോൾ ജീവനാഡിയാണ്. കഴിഞ്ഞ വർഷം കടം തിരിച്ചടവിലെ പരാജയം 28% ഉയർന്നു. 6,742 കോടി രൂപ. ഇന്ത്യൻ കുടുംബങ്ങൾ അശ്രദ്ധരല്ല, അവർക്ക് ശ്വസിക്കുവാൻ സ്ഥലം കുറയുന്നു. 2.9 ലക്ഷം കോടി കടമുള്ളതും 1.5 കോടി കാർഡുകളും നിലനിൽക്കാൻ വേണ്ടിയുള്ള വിലയാണ്. കുടുംബങ്ങൾ പാടുപെടുമ്പോഴും നികുതി ഭാരം മൗനമായി അവരിലേക്ക് മാറുന്നു. വ്യക്തിഗത ആദായ നികുതി ഇപ്പോൾ നേരിട്ടുള്ള നികുതികളുടെ പകുതി വിലയിലധികം സംഭാവന ചെയ്യുന്നു. കോർപ്പറേറ്റ് ഭാഗം കുറയുമ്പോൾ കഴിഞ്ഞ ബജറ്റ് മധ്യവർഗത്തിന്റെ ഭവന പ്രതിസന്ധി അംഗീകരിച്ചെങ്കിലും ഈ ബജറ്റ് മൗനം പാലിക്കുന്നു. പേപ്പറിൽ പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണ്, പക്ഷേ ജനങ്ങൾക്ക് ജീവിത ചെലവ് കൂടി എന്നതാണ് സത്യം. സർക്കാർ ശുദ്ധവായു, സുരക്ഷിത ജലം, മലിനമല്ലാത്ത ഭക്ഷണം നൽകാൻ പരാജയപ്പെടുമ്പോൾ കുടുംബങ്ങൾ അത് സ്വകാര്യമായി വാങ്ങേണ്ടി വരുന്നു. വായു ശുദ്ധീകരണ യന്ത്രങ്ങൾ, ജലശുദ്ധീകരണ യന്ത്രങ്ങൾ, അടിസ്ഥാന സുരക്ഷാ സാധനങ്ങൾ, ഈ ഭാരം വലുതാണ്. സമ്പന്നർ സ്വയം സംരക്ഷിക്കുമ്പോൾ ദരിദ്രർ നിരാശ്രയരായി വീണു പിടയുന്നു. ഒരു രാഷ്ട്രം അതിനെ നിലനിർത്തുന്ന ജനങ്ങളെ ക്ഷീണിപ്പിച്ചുകൊണ്ട് വളരില്ല. ഈ സർക്കാരിനെ സാമ്പത്തികമായി നിലനിർത്തുന്ന സാധാരണക്കാർക്ക് നികുതിയിൽ ആശങ്കജനകമായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലകളിലെ നിർമ്മാണ യൂണിറ്റുകൾക്ക് ആഭ്യന്തര വിൽപ്പനകൾക്ക് കുറഞ്ഞ നികുതി അനുവദിക്കുന്ന ഒറ്റത്തവണ സൗകര്യം നിസ്സാരമാണ്. മേഖല തന്നെ തകരുന്നു. നൂറുകണക്കിന് മേഖലകൾ അടച്ചു. തൊഴിലവസരങ്ങൾ നഷ്ടമായി. കൂടുതൽ ആശങ്കാജനകം സൈനികരുടെ വൈകല്യ പെൻഷനുകളിലെ ആദായ നികുതി ഇളവ് പിൻവലിക്കൽ. ഇത് രാജ്യത്തിനായിട്ട് ജീവൻ പണയം വെച്ചവരുടെ സാമൂഹിക സംരക്ഷണത്തെ ദുർബലമാക്കുന്നുണ്ട്. സേവന സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങളും രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക ബാധ്യതയും തമ്മിലുള്ള അസമത്വം സൃഷ്ടിക്കുന്നു. ഈ ദുരന്തങ്ങളും ക്രമരാഹിത്യങ്ങളും ഇടയിൽ ചില സാമ്പത്തിക അച്ചടക്കമുണ്ടെന്ന് അംഗീകരിക്കുന്നു. സാമ്പത്തിക ബാധ്യത 4.5% നിന്ന് 4.4% കുറഞ്ഞു. മന്ത്രി 4.3% കൂടുതൽ കുറയ്ക്കുമെന്ന് പറയുന്നു. പേപ്പറിൽ ആശ്വാസകരം. പക്ഷേ ഞാൻ ഈ സഭയിൽ ദീർഘകാലമായുണ്ട്. മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി 3.5% ലക്ഷ്യമിട്ടതോർക്കുന്നു. ഇന്ന് അതിനടുത്തു പോലുമില്ല. എന്നാൽ ഉയർന്ന സംഖ്യയിൽ തൃപ്തിപ്പെടുത്തുന്നതിനെ പ്രശംസിക്കുന്നു. കാഴ്ചപ്പാട് പ്രധാനമാണ്. അതിലില്ലാതെ ഈ സംഖ്യകൾ അർത്ഥരഹിതമാകുന്നു. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണത്തിൽ പരാജയപ്പെടുമ്പോൾ. സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൂടുതൽ പണമുണ്ടോ? വില വർധനവിനൊത്ത വേതനമുണ്ടോ?
ജീവിതം എളുപ്പമാകുന്നുണ്ടോ? സാമ്പത്തിക സമഗ്രതയെ ഒറ്റയ്ക്ക് ആഘോഷിക്കുവാൻ കഴിയില്ല. കുടുംബ ബജറ്റുകൾ ബുദ്ധിമുട്ടിലും ലക്ഷക്കണക്കിന് സാമ്പത്തിക സുരക്ഷ അകലെയുമായിരിക്കുമ്പോൾ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. ഈ ബജറ്റിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അടിസ്ഥാന സൗകര്യാധിഷ്ഠിത വളർച്ചാ തന്ത്രത്തിൽ ഊന്നൽ കൊടുത്തു. പൊതുമൂലധന ചെലവ് 12.2 ലക്ഷം കോടിയാക്കി ഉയർത്തി. പൊതുനിക്ഷേപം സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഈ വാഗ്ദാനം ഇതുവരെ യാഥാർത്ഥ്യമായില്ല. ഈ സർക്കാരിന്റെ കാലത്തൊട്ടും തന്നെ പുരോഗതിയില്ല. സ്വകാര്യ നിക്ഷേപം നിയന്ത്രണം മന്ദഗതിയിലാണ്. തൊഴിൽ തീവ്ര മേഖലകളിൽ മൂലതീവ്ര പദ്ധതികൾ തള്ളുന്നു. ക്ഷേമച്ചെലവ് ചുരുങ്ങി. പ്രധാന സബ്സിഡികളും സാമൂഹിക മേഖലാ അനുവാദങ്ങളും ലക്ഷ്യങ്ങൾക്ക് താഴെ. ധനസഹായം കുറച്ച് ഭാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നു. അതേസമയം വിദ്യാസമ്പന്ന യുവാക്കളിലെ തൊഴിലില്ലായ്മ ഗുരുതരം. ശേഷി ഉപയോഗം യഥാർത്ഥ സ്വകാര്യ നിക്ഷേപത്തെ പ്രേരിപ്പിക്കുന്ന നിലയ്ക്ക് താഴെ. ഈ സാഹചര്യത്തിൽ മൂലധന ചെലവ് കേന്ദ്രീകൃത സമീപനം വളർച്ചയ്ക്കുള്ള തന്ത്രമല്ല. ദുർബലമായിട്ടുള്ള ആവശ്യകത, തൊഴിലില്ലായ്മ, സാധാരണക്കാരന്റെ ജീവിത ദുരിതം എന്നിവ അവഗണിക്കുന്ന ഒരു വാതുവെപ്പാണ്. സർ, ഒരു രാഷ്ട്രവും മുദ്രാവാക്യങ്ങളോ തലക്കെട്ടുകളോ കൊണ്ട് മാത്രം വികസിക്കില്ല. ഇന്ത്യയുടെ ഗവേഷണ വികസന നിക്ഷേപം GDP-യുടെ 0.6% സ്റ്റക്കായി നിലനിർത്തുകയാണ്. വികസിത രാജ്യങ്ങൾക്ക് താഴെ മാത്രമല്ല, പല വികസ്വര രാജ്യങ്ങൾക്കും താഴെ. ചൈന 2.4%, ബ്രസീൽ 1%-ന് മുകളിൽ, അമേരിക്ക 3.3%, ദക്ഷിണ കൊറിയ 5%. നിർമ്മാണ ജ്ഞാന സമ്പദ് വ്യവസ്ഥയാകാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിന് ഗവേഷണ വികസനത്തെ പിന്നാമ്പുറത്തെക്കുറിച്ച് കാണാൻ കഴിയില്ല. മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു, ഇതിനെ ദേശീയ മുൻഗണനയാക്കി ഉയർത്തുക. ഇനി നമ്മുടെ നഗരങ്ങളെ കുറിച്ച്. നവീകരണത്തിലെ മടി സ്മാർട്ട് സിറ്റീസ് പദ്ധതിയിൽ പ്രതിഫലിക്കുന്നു. അത് നിറവേറാത്ത വാഗ്ദാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. പ്രഖ്യാപിച്ച് ഒരു ദശകം കഴിഞ്ഞപ്പോഴേക്കും സമയപരിധി 2023 ജൂണിൽ നിന്ന് 2025 ഡിസംബറിലേക്ക് നീട്ടി. ഭൂമിയിൽ മാറ്റമില്ല. 96% പൂർത്തീകരണം എന്ന അവകാശവാദം തിരുവനന്തപുരം, വാറങ്കൽ, സിൽവാസ, പോർട്ട് ബ്ലെയർ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ശൂന്യമാണ്. അവയെല്ലാം അപൂർണം. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളുടെ വലിയ ഭാഗം പിന്നോട്ടാണ്. പാർലമെന്ററി സ്ഥിരം സമിതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. നഗരജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിന് പകരം പദ്ധതി കുറച്ച് ആഡംബര പ്രദേശങ്ങൾ മിനുക്കിയത് മാത്രം. ലക്ഷക്കണക്കിന് ആളുകളുടെ അടിസ്ഥാന സേവനങ്ങൾ ഇപ്പോഴും ദുരിതക്കയമായി തുടരുന്നു. സർ, അമേരിക്കയുമായുള്ള പുതിയ താൽക്കാലിക വ്യാപാര കരാർ പരാമർശിക്കാതിരിക്കുവാൻ കഴിയില്ല. അത് മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം വന്നു. അത് സ്വതന്ത്ര വ്യാപാര കരാറിനേക്കാൾ മുൻകൂട്ടി നിശ്ചയിച്ച വാങ്ങൽ കരാറായി തോന്നുന്നു. പാരസ്പര്യത്തിന്റെ എല്ലാ തത്വങ്ങളെയും തകർക്കുന്നു. ഒരു വശത്ത് 18% പരസ്പര നികുതിയും മറുവശത്ത് 0% എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആകെ ദ്വിപാർശ്വ വ്യാപാരം $130 ബില്യൺ. നമുക്ക് $45 ബില്യൺ വ്യാപാരം മെച്ചത്തിലുണ്ട്. പക്ഷേ നാം 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് മിച്ചത്തിനെ ദീർഘകാല ബാധ്യതയാക്കി മാറ്റുന്നു. കരാറിലൂടെയല്ല, വിപണി ആവശ്യകതയിലൂടെയുമല്ല. ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയും സ്വന്തം വ്യാപാര ശേഷിയെ ഇത്തരത്തിൽ നിർവീര്യമാക്കിയിട്ടില്ല. അമേരിക്ക 18% വരെ ഇറക്കുമതി നികുതി തുടരുമ്പോൾ നാം ഇന്ത്യൻ കയറ്റുമതിക്ക് 18% വരെ നികുതി ചുമത്തുമെന്നും നികുതികളെ ഏതാണ്ട് 0-ലേക്ക് കുറയ്ക്കുമെന്നും കൃഷി തുറക്കുമെന്നും ഡാറ്റ സ്ഥാനീകരണം ദുർബലമാക്കുമെന്നും ഭൗതിക സ്വത്തവകാശ സംരക്ഷണം മയപ്പെടുത്തുമെന്നും തന്ത്രപരമായിട്ടുള്ള ഊർജ്ജ ഇറക്കുമതികളെ പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് വാങ്ങൽ ലക്ഷ്യങ്ങൾക്കായി മാറ്റുമെന്നും ഉറപ്പു നൽകുന്നു. ഇത് തന്ത്രപരമായിട്ടുള്ള സന്തുലനമല്ല, സാമ്പത്തികമായ മുൻകൂട്ടി തടസ്സപ്പെടുത്തലാണ്. പാർലമെന്റിനോട് പറഞ്ഞിട്ടില്ല. കർഷകർ, ചെറുകിട ഇടത്തരം സംരംഭകർ ആഭ്യന്തര വ്യവസായം എങ്ങനെ സംരക്ഷിക്കുമെന്നോ ഇന്ത്യ സ്വമേധയാ ചർച്ചാശേഷി ഉപേക്ഷിച്ചത് എന്തിനെന്നോ തുല്യമായ വിപണി പ്രവേശനമോ നയസ്ഥലമോ ലഭിക്കാതെ സർക്കാർ പറയും അന്തിമ കരാർ വരെ കാത്തിരിക്കും. മാർച്ച് മധ്യത്തിലാണ്. പക്ഷെ ഈ ആശങ്കകൾ ഇപ്പോഴുണ്ടെന്ന് അവരെ അറിയിക്കട്ടെ. ഇന്ത്യ, ചൈന, വിയറ്റ്നാം, മറ്റ് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെക്കാൾ നല്ല കരാർ ലഭിച്ചെന്ന സർക്കാർ അവകാശവാദം പരിശോധനയ്ക്ക് നിൽക്കുന്നില്ല. ഇന്ത്യ 1 മുതൽ 2% നികുതി കുറവ് ലഭിച്ചുവെങ്കിലും ഒരു ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും അമേരിക്കയോടുള്ള വ്യാപാര മിച്ചത്തിനെ നിർബന്ധിത വാങ്ങൽ വാഗ്ദാനങ്ങൾ കൊണ്ട് ദുർബലമാക്കുവാൻ സമ്മതിച്ചിട്ടില്ല. നേരെ മറിച്ച് ചൈന, വിയറ്റ്നാം,
പല ഏഷ്യൻ രാജ്യങ്ങളും വ്യാപാര പിരിമുറുക്കങ്ങൾക്കിടയിലും അമേരിക്കയോടുള്ള മിച്ചത്തിൽ വർധനവ് വരുത്തി. ഈ ആവശ്യകത ബജറ്റിന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്നു. വ്യാപാര വ്യവസായ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഈ വാഗ്ദാനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവയുടെ വ്യാപ്തി, സമയപരിധി, സാമ്പത്തിക പ്രത്യാഘാതം എന്നിവയ്ക്ക് വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയില്ല. ബജറ്റിന്റെ സന്ദർഭത്തിൽ ഇത് പറയുന്നത് വ്യാപാര സന്തുലനം, ബാഹ്യ ധനസഹായ ആവശ്യങ്ങൾ, മൊത്തം സാമ്പത്തിക സ്ഥിരത എന്നിവയിലെ പ്രധാന ധാരണകൾ പാർലമെന്റിന് ലഭിക്കാത്ത വിവരങ്ങളിലൊന്ന് അടിസ്ഥാനപ്പെടുത്തുന്നത്. അത്തരം അനിശ്ചിതത്വത്തിനിടയിലുള്ള ബജറ്റ് പൂർണ്ണമല്ല. ഇത് സഭയോട് സംഖ്യകൾ അംഗീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു, വ്യാപാര കരാറിന്റെ ബാധ്യതകൾ അറിയാതെ. ഇപ്പോൾ ഒന്ന് പറയട്ടെ, രണ്ട് മന്ത്രിമാർ പന്ത് കളിക്കുന്നത് പോലെ ഇത് എന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം മാറി മാറി ആരോപിക്കുമ്പോൾ അത് നിരാശാജനകമാണ്. ഒരു മന്ത്രിയും ഉടമസ്ഥത അവകാശപ്പെടാത്തപ്പോൾ ഉത്തരവാദിത്തം അപ്രത്യക്ഷമാകുന്നു. പാർലമെന്റ് ബജറ്റിനെ നോക്കി നിൽക്കുന്നു. അതിൽ സർക്കാർ തുറന്നു സമ്മതിക്കുവാൻ ധൈര്യമില്ലാത്ത ബാധ്യതകൾ മറച്ചു വെച്ചിരിക്കുന്നു. സർ, ഈ സർക്കാരിന്റെ ബജറ്റിന്റെ യഥാർത്ഥ ദുർബലത അതിന്റെ നടപ്പാക്കലിലാണ്. വാക്കുകളും യാഥാർത്ഥ്യവും ചേരുന്നില്ല. അവകാശവാദങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ വമ്പിച്ച വാഗ്ദാനങ്ങൾ, കഥകൾ, മാതൃകാ ഭരണം, പക്ഷേ അവ ഫലങ്ങളിൽ അടിസ്ഥാനപ്പെട്ട നയങ്ങളല്ല. അവ ശ്രദ്ധയോടെ രൂപപ്പെടുത്തിയ ഭ്രമങ്ങൾ, ഗംഭീര പദ്ധതികൾ, യുട്ടോപ്യൻ പ്രതിഫലനങ്ങൾ. ആ ഭാവനയെ ആശ്വസിപ്പിക്കാം. പക്ഷേ സാധാരണ ഇന്ത്യക്കാരന്റെ ദൈനംദിന ജീവിതം മാറ്റമില്ലാതെ തുടരുന്നു. പ്രതിപക്ഷം ആവർത്തിച്ചു നിൽക്കുന്നു, പക്ഷേ നടപ്പാക്കൽ നിരന്തരം വൈകുന്നു. 2047 വികസിത ഭാരത് മഹത്തായ അഭിലാഷമാണ്. 2 ദശകത്തിലധികം അകലെ. ഈ ബജറ്റ് അതിലേക്കുള്ള വിശ്വസനീയമായ പാത നൽകുന്നില്ല. പകരം വിടവ് വർദ്ധിപ്പിക്കുന്നു. തൊഴിലില്ലായ്മ ഉയരുന്നു, ദാരിദ്ര്യം കടുക്കുന്നു, തൊഴിലവസരങ്ങൾ കുറവ്, വേതനം സ്തംഭിച്ചു. സഹായം തേടുന്ന ചെറുകിട സംരംഭങ്ങൾ അനുസരണ നിയമങ്ങളുടെ ഭരണത്തിനിടയിൽ ശ്വാസം മുട്ടുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തൊഴിലാളികളുടെ ശ്രമത്താൽ നിലനിർത്തുന്ന അനൗപചാരിക തൊഴിലാളികളും ഗിഗ് തൊഴിലാളികളും അദൃശ്യതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കും തള്ളപ്പെടുന്നു. സർക്കാർ റെയിൽവേകൾ വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ സ്റ്റേഷനുകൾ തകരുന്നു. വിമാനയാത്രയെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ഉഡാൻ പറന്നുപോയി. നമ്മുടെ കുരുമുളക് ഒരു കാലത്ത് കറുത്ത സ്വർണമായി ആഘോഷിക്കപ്പെട്ടത് അവഗണനയാൽ വാടുന്നു. നമ്മുടെ നീണ്ട കടൽ തീരം സംരക്ഷണത്തിനു വേണ്ടി കേഴുന്നു. വിദ്യാഭ്യാസം വിപുലീകരിക്കേണ്ടപ്പോൾ ചുരുങ്ങുന്നു. ലോക നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയും AI ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ 1.5 ലക്ഷം സ്കൂളുകൾ വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുന്നു. പക്ഷേ വികസിത ഭാരത് പ്രകാശനമാണെന്നാണ് സർക്കാർ പ്രഘോഷിക്കുന്നത്. ദീർഘവീക്ഷണം യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപെടുമ്പോൾ അത് അഭിലാഷമല്ല, വെറും ഭ്രമം മാത്രമാവുകയാണ്. യഥാർത്ഥ വികസിത ഭാരതം മുദ്രാവാക്യങ്ങളോ പ്രസംഗങ്ങളോ പ്രതീകങ്ങളോ കൊണ്ട് നിർമ്മിക്കപ്പെടില്ല. സർ, അത് ഇന്ത്യയുടെ അവസാനത്തെ പൗരനിലേക്കും എത്തുന്ന നടപ്പാക്കലിലൂടെയാണ്. വാഗ്ദാനങ്ങളെ ഫലങ്ങളാക്കി മാറ്റുന്നത് ഔദാര്യമല്ല, തിരഞ്ഞെടുപ്പല്ല. അത് നമ്മുടെ കടമയാണ്. സർക്കാരിനോട് പറയാം, അത് നിങ്ങളുടെ കടമയാണ്. നന്ദി.